യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. ഭഗവാനെ, ഞാൻ എന്തെന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതെല്ലാം അങ്ങയുടെ ആരാധന. കർമ്മം എന്തുമാകട്ടെ അത് അങ്ങയുടെ പൂജ. യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. ഗീതയിലൊക്കെ ഭഗവാൻ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു, നിങ്ങൾ ഭക്ഷിക്കുന്നത് പോലും ഭഗവതാരാധനമാക്കി തീർക്കൂ. എങ്ങനെ സാധിക്കും? ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ട് ഭക്ഷിക്കൂ. ചോറും ഭഗവാൻ, ഭക്ഷിക്കുന്ന കർമ്മവും ഭഗവാൻ. ഈ അദ്വൈതമൊക്കെ ആദ്യമേ പറഞ്ഞാലോ? ഈ അദ്വൈതമാണ് ഏറ്റവും എളുപ്പം. ഇതല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിനെ ആകെ കുഴപ്പത്തിലാക്കി മനസ്സതിലൊക്കെ ചെന്ന് പറ്റി വാസനാബദ്ധമായാൽ ഈ അദ്വൈതം പിന്നെ തലയ്ക്ക് കയറുകയില്ല. ശാസ്ത്രീയമായ സത്യം പിന്നെ പിടികിട്ടുകയില്ല. അതായത് ആ ഈശ്വരൻ, ഈ ഈശ്വരൻ കുറേ നാളായിട്ട് അതിനെയൊക്കെ പൂജിച്ച് ഒക്കെ വേണ്ടെന്നല്ല, അതും ഒക്കെ ഒരേ ഈശ്വരനായിട്ട് കാണുക, അല്ലാതെ അതൊന്നും വേണ്ടെന്നല്ല. ഈശ്വരനെ ഉള്ളൂ. എന്തിനേയും ഈശ്വരനായി പൂജിക്കുന്നതിന് ഒരു വിരോധവുമില്ല. പക്ഷെ അത് മാത്രമാണ് ഈശ്വരൻ, മറ്റൊന്നും ഈശ്വരനല്ല എന്ന് ചിന്തിച്ചു പോയാൽ ആകെ ഇരുട്ടായി പോവും. ആകെ ഇരുട്ട്. അത് ആത്മോപദേശ ശതകം 1-ാം പദ്യത്തിൽ തന്നെ ഗുരുദേവൻ അത്യന്തം വ്യക്തമാക്കുന്നു.